ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓർഡിനറി സിനിമ കണ്ടിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ ഒരിക്കലെങ്കിലും ഗവിയിൽ പോകാൻ കൊതിക്കും. കുരങ്ങനെയും കാട്ടുപോത്തിനെയും സിംഹവാലൻ കുരങ്ങുകളെ, ആനകൾ, ഒറ്റയാനകൾ, പന്നികൾ, മാനുകൾ, അങ്ങനെ പലതരം വൈൽഡ് ലൈഫിൻ്റെ തന്നെ ഇഷ്ടം പോലെ ആനിമൽസിനെ നമുക്ക് ഈ കാട്ടുപാതയിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കും. 3 ദിവസം മുന്നേ പ്രീ ബുക്ക് ചെയ്ത് 30 വണ്ടികൾ മാത്രമാണ് ഗവിയിൽ കടത്തിവിടുന്നത് ആങ്ങമുടിയിൽ നിന്ന്. അതുപോലെ തന്നെ ഗവിയിലേക്കും കുമളിയിലേക്കും KSRTCസും ഉണ്ട്. ഈ കാണുന്നതാണ് മൂഴിയാർ ഡാം. 5 ഡാമുകൾ കടന്നാണ് പോകുന്നത്. ആനത്തോട്, മൂഴിയാർ ഡാം, ഗവി ഡാം, കക്കി ഡാം, മീനാർ, കുള്ളാർ, ഇങ്ങനെ. ഇതൊരു വലിയ ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ്, കറണ്ട് ഉൽപ്പാദിക്കുന്നത്. അന്ന് അവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്നാണ് ഗവിയിലോട്ട് പോയത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേക്കേഷനിലേ നമുക്ക് സ്റ്റേ ചെയ്യാൻ അവസരമുള്ളൂ. അവരുടെ ബോട്ടിങ്ങും ഉണ്ട്, അല്ലാതെ പ്രൈവറ്റ് ബോട്ടിംഗ് ഒന്നും ഗവിയിൽ അവൈലബിൾ അല്ല. നമ്മൾ ബോട്ടിങ്ങിന് കയറി. നമ്മൾ ആനത്തോട് ഡാമിലായിരുന്നു ബോട്ടിംഗ്. കൊച്ചുപമ്പ, ആനത്തോട് ഡാമുകളിൽ ബോട്ടിംഗ് എന്ന് പറയുന്നത് വേറെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അവിടുത്തെ കാഴ്ചകൾ, പല വൈൽഡ് ആനിമൽസിനെയും നമുക്ക് കാണാൻ സാധിച്ചു. ആനയും, പിന്നെ ഇടയ്ക്കൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ശരിക്കും മാൻമെയ്ഡ് ആയിട്ടുള്ള ഡാമിലൊരു വെള്ളച്ചാട്ടം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഡാമിൻ്റെ നടുക്കൊരു ഐലൻഡിൽ നിർത്തി നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. യൂഷ്വലി മൊട്ടക്കുന്നുകളിൽ ഒറ്റയാനകളെ കാണാറുണ്ട് ഇവിടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഗവിയിലേക്ക് നിങ്ങൾ പോകില്ലേ?